വീട് പണിയുമായി ബന്ധപ്പെട്ട നമുക്ക് സംഭവിക്കുന്ന ധാരാളം അബദ്ധങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ 2 വീഡിയോയിൽ ഒരുപാട് സംസാരിച്ചു. ആ വീഡിയോ കണ്ട പലരും ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. വളരെയധികം സന്തോഷം. സ്വന്തമായി ഒരു വീട് എന്നത് നമ്മൾ ഓരോരുത്തരുടെയും സ്വപ്നമാണ്. അതിപ്പോൾ വലിയ ആഡംബര സൗധങ്ങൾ നിർമ്മിക്കണമെന്നൊന്നുമില്ല. പണ്ടാരോ പറഞ്ഞതുപോലെ ഭാര്യയും മക്കളെയും കെട്ടിപ്പിടിച്ചുറങ്ങാൻ അവിടെ സമാധാനമുണ്ടെങ്കിൽ അതൊരു മരത്തണലായാലും മതി. അതിനും പറയുന്ന പേര് വീട് എന്ന് തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും വീട് പണിയുമ്പോഴുള്ള ചെറിയൊരു അശ്രദ്ധ പോലും പിന്നീട് ആ വീട്ടിൽ നമ്മൾ താമസിച്ച് തുടങ്ങുമ്പോഴാണ് അത് വലിയ വലിയ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നത്. അങ്ങനെ വീട് പണിയിൽ സംഭവിക്കുന്ന ഇത്തരം അബദ്ധങ്ങളെക്കുറിച്ചുള്ള ലാസ്റ്റ് ആൻഡ് ഫൈനൽ വീഡിയോ ആണ് നമ്മുടെ ഈ ചാനലിൽ ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ഇറ്റ്സ് മീ സുനീർ. വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ വ്ലോഗ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് സുനീർ മീഡിയ എന്ന ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന കളറുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുകയും അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കെട്ടിട സംബന്ധമായ ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളൊരു വീട് പണിയാനായി വസ്തു വാങ്ങുമ്പോൾ തന്നെ ആ വസ്തു ഏത് സോണിലാണ് എന്ന് ഒന്ന് അറിഞ്ഞു വെച്ചേക്കണം. ഗ്രീൻ സോണിലൊക്കെ വരുന്ന വസ്തുവാണെങ്കിൽ നമുക്ക് കെട്ടിടങ്ങൾ നിർമ്മിക്കാനുള്ള അനുമതി ലഭിക്കാറില്ല. ഇനി പ്രധാനമായും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മൾ വാങ്ങുന്ന വസ്തുവിലെ മണ്ണ് പരിശോധിക്കുക എന്നുള്ളത്. ഓരോ ഏരിയയും അനുസരിച്ചിട്ടായിരിക്കും അവിടുത്തെ മണ്ണിൻ്റെ ഘടന. അതുകൊണ്ട് തന്നെ മണ്ണ് പരിശോധന വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ്. അതിന് നമുക്ക് സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം എന്നുള്ളത്, നമ്മുടെ ആ പരിസരത്ത് എവിടെയെങ്കിലും ഒരു 4-5 അടി താഴ്ചയിൽ ഒരു കുഴിയെടുത്താൽ അവിടുത്തെ മണ്ണിൻ്റെ ആ ഒരു ഘടന നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായി പറയുന്നൊരു വീഡിയോ നേരത്തെ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ട ഇവിടെ കാർഡിൽ ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോയും അല്ലെങ്കിൽ ഫൗണ്ടേഷനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇത്തരത്തിൽ വസ്തു വാങ്ങുമ്പോൾ പല സ്ഥലങ്ങളിലും മണ്ണിട്ട് ബാക്ക് ഫിൽ ചെയ്യാറുണ്ട്. ഇതറിയാതെ നമ്മൾ ഫൗണ്ടേഷൻ ചെയ്താൽ ഇരുനില കെട്ടിടങ്ങളൊക്കെ ഭാവിയിൽ താഴ്ന്നു പോകാനും അല്ലെങ്കിൽ ആ ചുവരുകൾക്കൊക്കെ വിള്ളൽ സംഭവിക്കുവാനും സാധ്യതയുണ്ട്. ഇനി മറ്റ് പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് വെള്ളക്കെട്ടുള്ള സ്ഥലം വാങ്ങുക എന്നുള്ളത്. നമ്മൾ വീടിൻ്റെ ചിലവ് കുറയ്ക്കാനായി പലരും സ്വീകരിക്കുന്ന ഒരു മാർഗ്ഗമാണ് ഇത്തരത്തിലുള്ള വെള്ളക്കെട്ടുള്ള സ്ഥലം വാങ്ങിക്കുക. അതായത് ഈ സ്ഥലത്തിന് താരതമ്യേന റേറ്റ് കുറവായിരിക്കും. പക്ഷേ ഇത്തരം സ്ഥലം നമ്മൾ വാങ്ങിച്ചതിന് ശേഷം അതിൽ ഫൗണ്ടേഷനിലേക്ക് കടക്കുമ്പോഴാണ് നമുക്ക് നേരത്തെ നമ്മൾ മിച്ചം പിടിച്ച ഒരു ചെറിയ ലാഭം വലിയ നഷ്ടത്തിലേക്ക് വഴിമാറുന്നത്. അവിടെ സാധാരണ രീതിയിലുള്ള ഫൗണ്ടേഷൻ നമുക്ക് ചെയ്യുക സാധ്യമല്ല. മാത്രമല്ല ഇത്തരം പ്രദേശങ്ങളിൽ മണ്ണിൽ നനവിൻ്റെ അംശം കൂടുതലുള്ളത് കൊണ്ട് തന്നെ അവിടുത്തെ ഭിത്തികളിലൊക്കെ എപ്പോഴും ഈർപ്പം നിലനിന്നുകൊണ്ട് പൂപ്പൽ പോലുള്ള വസ്തുക്കൾ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് വളരെയേറെ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കും വഴിതെളിക്കും. ഇനി പലപ്പോഴും കണ്ടുവരുന്ന മറ്റൊരു കാര്യമാണ് നമ്മൾ വീട് പണി തുടങ്ങുമ്പോൾ തന്നെ ആ പരിസരത്തുള്ള എല്ലാ മരങ്ങളും വെട്ടി മുറിച്ച് കളയുക എന്നുള്ളത്. അതിന് പറയുന്ന കാരണം ഈ മരങ്ങളുടെയൊക്കെ വേരുകൾ മണ്ണിനടിയിലൂടെ ഈ പാറയ്ക്കുള്ളിലേക്ക് കടന്നിട്ട് ആ ഫൗണ്ടേഷന് ക്രാക്ക് വരും എന്നൊക്കെയാണ്. പക്ഷേ ഇത് നമുക്ക് വളരെ സിമ്പിളായി തന്നെ കൈകാര്യം ചെയ്യാം. ഇത്തരം സ്ഥലങ്ങളിൽ ഫൗണ്ടേഷനോട് ചേർന്ന് HDPC ഷീറ്റുകൾ നമുക്ക് മേടിക്കാൻ കിട്ടും. അത് അതിലേക്ക് കുഴിച്ചിട്ടാൽ ഒരു വേരും ഇതിനകത്തേക്ക് പ്രവേശിക്കുകയില്ല. നമ്മൾ ഓർത്താൽ മതി, എത്രത്തോളം തണൽ മരങ്ങൾ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നിൽക്കുന്നോ അത്രത്തോളം വീടിനുള്ളിൽ ചൂട് കുറവായിരിക്കും. വൈദ്യുതി ബില്ലൊക്കെ വളരെയധികം കുറയ്ക്കാൻ ഇത്തരത്തിൽ മരങ്ങൾ നമ്മളെ സഹായിക്കും. ഇനി മറ്റൊന്ന്, എപ്പോൾ വീട് നിർമ്മിച്ചാലും നമ്മുടെ വീടിൻ്റെ മുറ്റം റോഡ് ലെവലിൽ നിന്ന് ഒരടിയെങ്കിലും പൊക്കി നിർമ്മിക്കാൻ ശ്രദ്ധിക്കണം. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും റോഡ് റീടാർ ചെയ്യുകയോ അല്ലെങ്കിൽ ടാർ ഇടാത്ത റോഡാണെങ്കിൽ അവിടെ ടാർ ചെയ്യുകയോ ചെയ്യുമ്പോൾ ഇത് നമ്മുടെ മുറ്റത്തിന് മുകളിലേക്ക് വരികയും മഴ പോലുള്ള സമയങ്ങളിൽ ധാരാളം അഴുക്ക വെള്ളവും മറ്റ് വേസ്റ്റുകളുമൊക്കെ നമ്മുടെ മുറ്റത്തേക്ക് ഒഴുകി വന്ന് ആകെ വൃത്തികേടാവും. അപ്പോൾ എപ്പോഴും വീട് പണിയുമ്പോൾ ആ ഒരു കാര്യം നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ചിട്ട് മാത്രം വീടിൻ്റെ മുറ്റത്തിൻ്റെ ഹൈറ്റ് നമ്മൾ നിർണ്ണയിക്കുക. ഇനി എത്രയൊക്കെ ശ്രദ്ധിച്ചാലും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. അതിലൊന്നാണ് നമ്മുടെ റൂമുകളിലെ ക്രോസ് വെന്റിലേഷൻ. അതുപോലെ തന്നെ നമ്മുടെ പെറ്റ്സ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ ചെതലുകളും ഉറുമ്പുകളൊക്കെ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത് മരുന്ന് ചെയ്യാറുണ്ട്. അതുപോലെ മറ്റ് പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ മെയിൻ കോൺക്രീറ്റുകളിൽ ഉപയോഗിക്കുന്ന വാട്ടർ പ്രൂഫിങ്. അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമിൻ്റെ വോള് പ്ലാസ്റ്റർ ചെയ്യുമ്പോഴൊക്കെ വാട്ടർ പ്രൂഫ് ഉപയോഗിക്കുക. ഇനി പ്രധാനമായും മറ്റൊരു സംഭവമുണ്ട്. ഒറ്റനില വീടുകളാണെങ്കിൽ നമ്മൾ സ്റ്റെയറിൻ്റെ മുകളിലേക്ക് കയറുന്ന സ്റ്റെയറിൻ്റെ സ്ഥാനം കറക്റ്റായി, അതായത് പ്ലാനിങ്ങിൻ്റെ ടൈമിൽ തന്നെ ഇത് പലരും ശ്രദ്ധിക്കാറില്ല.
പിന്നീട് ബിൽഡിങ് കെട്ടി കോൺക്രീറ്റ് ആവുന്ന ആ ഒരു ടൈമിലാണ് ഇത് എവിടെയാണ് ഫിക്സ് ചെയ്യുക എന്ന് ഓർക്കുക. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ആദ്യമേ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കുക. ഇനി മറ്റൊന്ന്, എല്ലാ വീടുകളിലും മഴവെള്ള സംഭരണി ഗവൺമെൻറ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്താൽ ഒരു വർഷത്തിൽ 265 ദിവസത്തോളം നല്ല രീതിയിലുള്ള ജലം നമുക്ക് ഇതുവഴി ലഭിക്കും. ഇതിന് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ അത് എവിടെയാണ് മഴവെള്ള സംഭരണി എന്ന് മുൻകൂട്ടി നിശ്ചയിക്കുകയും അത്തരത്തിൽ പൈപ്പുകൾ സ്ഥാപിക്കുകയും വേണം. അങ്ങനെ വീട് പണിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ അശ്രദ്ധ മൂലം അല്ലെങ്കിൽ അറിവില്ലായ്മ മൂലം സംഭവിക്കുന്ന ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ അശ്രദ്ധകളെക്കുറിച്ച് കഴിഞ്ഞ 3 വീഡിയോകളിലായി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിവില്ലാത്ത ഏതെങ്കിലും ഒരു കാര്യം ഇതിലുണ്ടായിരുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അതുപോലെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ നിർദ്ദേശങ്ങളും ചോദ്യങ്ങളുമൊക്കെയാണ് വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള നല്ല വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഷെയർ ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് ഇനേബിൾ ചെയ്യണം. പല ആളുകൾക്കും നോട്ടിഫിക്കേഷൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ.